ഈശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായ നമസ്കാരങ്ങളും മറ്റെല്ലാ സജ്ജനങ്ങൾക്കും വന്ദനം. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് മിനിയാന്ന് വളരെ ആവേശത്തോടുകൂടി അനുഗ്രഹഭാവത്തോടുകൂടി അവിടെയുള്ള സന്യാസിമാരെല്ലാവരും ഒത്തൊരുമിച്ച് ഈ സംഘത്തെ യാത്രയാക്കി. കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നിർദ്ദിഷ്ടമായ സമയത്തേക്കാൾ 2 മണിക്കൂറോളം താമസിച്ചാണ് എത്തിയത്. എന്നാൽ ആയിരക്കണക്കിന് സജ്ജനങ്ങൾ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. വലിയ സന്തോഷമാണ് അത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഇന്നലെ കാസർഗോഡ് ചിന്മയ മിഷനിൽ വെച്ച് ഹിന്ദു നേതൃസമ്മേളനവും അനന്തരം വലിയൊരു മൈതാനത്തിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനവും നടന്ന ശേഷമാണ് ഇന്ന് കണ്ണൂരിലേക്ക് ഈ ഒരു നേതൃസമ്മേളനത്തിൽ നമ്മൾ സംബന്ധിക്കുന്നത്. കണ്ണൂര് അവധൂത മഹാത്മാക്കളുടെ ഒരു വിഹാരഭൂമിയാണ്. ഏത് കാലം മുതലാണെന്ന് നമുക്കറിയില്ല. 100 കണക്കിന് അവധൂത മഹാത്മാക്കൾ ഈ കണ്ണൂരിനെ അവരുടെ വിഹാരഭൂമിയാക്കിയിട്ടുണ്ട്. ഇന്നും ഒട്ടനവധി അത്തരം മഹാപുരുഷന്മാരുടെ സമാധി സ്ഥാനങ്ങൾ കണ്ണൂരിൽ നിലനിൽക്കുന്നുണ്ട്. ദേവതോപാസനയുടെ ഒരു സാർവജനിക ഭാവത്തെ ഉയർത്തിക്കൊണ്ട് ഭഗവാൻ സമൂഹത്തിലേക്ക്, വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന മുത്തപ്പന്റെ ആരൂഢ സ്ഥാനം കണ്ണൂരാണ്. നമുക്ക് അല്പം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശാക്തേയ ഉപാസനയുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ കണ്ണൂർ ഉണ്ടായിരുന്നെന്ന് കാണാൻ കഴിയും. ശുദ്ധമായ സംസ്കൃതത്തിൽ, പ്രൗഢമായ സംസ്കൃതത്തിൽ സംവദിച്ചിരുന്ന സ്ഥപതികൾ ഈ കണ്ണൂരിൻ്റെ മഹിമയായിരുന്നു. ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മഹിമകളാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്രയെത്ര മഹാപുരുഷന്മാരുടെ സാന്നിധ്യവും സംസ്പർശവും ഇവിടെ ഉണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച 2 ക്ഷേത്രങ്ങൾ നേരത്തെ പ്രതിപാദിക്കപ്പെട്ടു ഈ കണ്ണൂർ ജില്ലയിലാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ അരുമ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പോരാ, ശ്രീനാരായണ ഗുരുദേവന്റെ ഹൃദയം തന്നെ എന്ന് പറയാവുന്ന ചൈതന്യ സ്വാമികൾ
നമ്മുടെ ചൈതന്യം എന്നാണ് ഗുരുദേവൻ പറയുക. ആ ചൈതന്യ സ്വാമികളുടെ സമാധി ഇതാ ഈ കണ്ണൂരിലാണ്. ഇത് പ്രാചീനമായി കണ്ണ മഹർഷിയുടെ തപോഭൂമിയാണ്, കണ്ണന്റെ ഊരാണ്. എന്തിനിതൊക്കെ പറഞ്ഞു തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലെ കാസർഗോഡ് സംസാരിക്കുമ്പോൾ അവിടുത്തെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ മഹത്വപൂർണമായ വൈദിക സംസ്കൃതിയുടെ അഗാധതയും പരപ്പും ഒരുപോലെ സമന്വയിച്ച ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കണ്ടെത്താൻ കഴിയും. എത്രയെത്ര മഹാത്മാക്കളിവിടെ. രമാദേവി അമ്മ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രവർത്തിച്ചു. കൂടാളി അമ്മ ഇവിടെ വലിയ തപസ്സിന്റെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ പ്രസരണം ചെയ്തു. ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ പലരെയും വിട്ടുപോവുക എന്ന കൃതജ്ഞത സംഭവിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതൽ പേരുകളിലേക്ക് പോകുന്നില്ല. ആയോധന കലയുടെ ഒരർത്ഥത്തിൽ ഈറ്റില്ലമായിരുന്നു കണ്ണൂർ ജില്ല. ഒരു സന്ദേഹവും ഇങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ ഭൂമികയിൽ വലിയൊരളവോളം നമ്മൾ ആത്മവിസ്മൃതിയിലേക്ക് അമർന്നപ്പോൾ, നമ്മുടെ സ്വത്വബോധം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്തൊക്കെയായി തീർന്നു നമ്മൾ. ഉത്തര ഭാരതത്തിൽ, പ്രത്യേകിച്ച് രാജസ്ഥാൻ, മധ്യപ്രദേശ് ഭാഗങ്ങളിൽ നമ്മൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മഴക്കാലത്ത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച പ്രത്യേകിച്ച് ചമ്പൽ ആ ഭാഗത്തൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഈ കാഴ്ച ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത, ഒരു പക്ഷേ ചെറിയൊരു നീർച്ചാല് പോലെ മാത്രം ജലരാശി ഒഴുകുന്ന ചില പുഴകളുണ്ട്. ചെമ്പലിലൊക്കെ ഇങ്ങനത്തെ ധാരാളം കാണാം. പെട്ടെന്ന് മഴക്കാലത്ത് അങ്ങ് പെരുകി വരും വെള്ളം, സമുദ്രം പോലെ. എത്ര പെട്ടെന്നറിയും, 4-5 മണിക്കൂർ കൊണ്ട് ഒരു ജലരാശി ഇല്ലാത്ത പ്രദേശം വലിയ സമുദ്ര സമാനം പരന്നൊഴുകും. വലിയ മലവെള്ള പാച്ചില. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, ആ ജലം പെരുകുന്നതിനനുസരിച്ച് പിന്നോക്കം നമ്മൾ മാറിപ്പോണം. ആ സമയത്ത് കാണാം കുടിലുകൾ ഒലിച്ചു പോകുന്നുണ്ടാവും, കന്നുകാലികൾ ഒലിച്ചു പോകുന്നുണ്ടാവും, പല പെട്ടികളും ഒലിച്ചു പോകുന്നുണ്ടാവും. ചില കുട്ടികൾ വിദഗ്ധന്മാര് ചില വടിയൊക്കെ ആയിട്ട് നിൽക്കും, പല പെട്ടിയൊക്കെ വരുമ്പോ തടയും, അത് എടുക്കും. അതൊക്കെ സ്ഥിരം കാണാറുണ്ട്. ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഈ വെള്ളം ചുരുങ്ങി 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 ചെറിയ തോട് പോലെയാണ്. ഈ പ്രക്രിയ മുഴുവൻ പൂർത്തിയാക്കാൻ ഏറി വന്ന ഒരു 24 മണിക്കൂർ മതിയാവും. പക്ഷേ അതങ്ങ് കഴിഞ്ഞ് പൂർവസ്ഥിതിയാകുമ്പോൾ നമുക്ക് കാണാം, ആ പുഴയുടെ ഓരത്തുണ്ടായിരുന്ന കുടിലുകൾ എല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. ആയിരക്കണക്കിന് പക്ഷികൾക്ക് ആശ്രയമായിരുന്ന, ഒരു പ്രദേശത്തിന് മുഴുവൻ ശുദ്ധവായുവെ പ്രദാനം ചെയ്ത വലിയ വൃക്ഷങ്ങൾ കടപുഴകി ഒലിച്ചു പോയിരിക്കുന്നു. തൽസ്ഥാനത്ത് ചെളിയും എക്കൽ മണ്ണും വ്യാപിച്ച്
അതിൽ പുതഞ്ഞു കിടക്കുന്ന കുറേ ശവശരീരങ്ങൾ, ആടിൻ്റെ ആവാം, പശുവിൻ്റെ ആവാം, എരുമയുടെ ആവാം, ചിലപ്പോ മനുഷ്യരുടെയും ആവാം. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാമാജികമായി ചില കുത്തൊഴുക്കുകൾ വന്ന് ആ കുത്തൊഴുക്കുകൾക്ക് കാരണാന്തരങ്ങളെ കൊണ്ട് ശക്തി പ്രാപിച്ച് അത് പരന്ന് കുത്തിയൊലിച്ചൊഴുകുമ്പോൾ അത് ഏതാനും സമയമേ നിലനിൽക്കൂ. ആവർത്തിക്കട്ടെ, ഉറപ്പിച്ച് ആവർത്തിക്കട്ടെ, ഏതാനും സമയമേ നിലനിൽക്കൂ. പക്ഷേ ആ സമയം കൊണ്ട് ആയിരക്കണക്കിന് വ്യക്തികൾ വസിച്ചിരുന്ന വാസസ്ഥാനങ്ങളെ അത് ഒലിപ്പിച്ച് കളഞ്ഞു. ലക്ഷക്കണക്കിന് ജന്തുക്കൾക്ക് ആശ്രയമായിരുന്ന വൃക്ഷങ്ങളെ അത് കടമുഴക്കി കഴിഞ്ഞു. പകരം വയ്ക്കാൻ ഒന്നില്ലാതായി. ഇതെന്തിനിവിടെ പറഞ്ഞു? ഇത്രക്കേറെ സാംസ്കാരിക മഹിമയുള്ള ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് അതിനെ മുഴുവൻ നിരസിക്കുന്ന, നിന്ദിക്കാൻ നമ്മളെ പഠിപ്പിച്ച, അതെ, അമ്പലം എന്നത് നാൽച്ചുമരല്ലേ, ഈശ്വരൻ എന്നത് കല്ലല്ലേ എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച, മുദ്രാവാക്യം വിളിപ്പിച്ച ഈ കുത്തൊഴുക്കുകൾ അങ്ങ് കടന്നു പോയപ്പോഴത്തേക്ക് നമ്മുടേതായ സ്വത്വത്തിന്റെ പലതിനെയും നമുക്ക് കൈമോശം വന്നു പോയി. പകരം വയ്ക്കാനൊന്നില്ലാത്ത സ്ഥിതിയിൽ ഇവിടെയാണ് നമ്മുടെ സ്വത്വത്തിലേക്കുള്ളൊരു പുനരന്വേഷണം നമ്മൾ ചെയ്യേണ്ടുന്ന അനിവാര്യത വരുന്നത്. ഈ ഒരു ധർമ്മ സന്ദേശ യാത്രയുടെ പൊതുപ്രസംഗമല്ല ഇത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. കാരണം നമ്മളെല്ലാവരും ഹിന്ദു ധർമ്മത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഈ സമാജത്തെ സ്പർശിക്കുന്ന സംഘടനകളുടെ, പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ്. അതുകൊണ്ട് പൊതുവേദിയിൽ പറയേണ്ട ഭാഷ ഇവിടെ വിനിയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആത്മവിസ്മൃതിയിലേക്ക് അമർന്നുപോയ, അതുകൊണ്ട് ഒട്ടനവധി സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ, തൽസ്ഥാനത്ത് അനേക അനാചാരങ്ങളും ദുരാചാരങ്ങളും താലോലിക്കാൻ ഇടവന്ന ഒരു സമാജമായി തീർന്ന സ്ഥിതിയിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തിയത് മഹാപുരുഷന്മാരാണ്. കേരളത്തെ സംബന്ധിച്ച് ആ മഹാപുരുഷന്മാർ ഒരു പരമ്പരയായി വരികയും കേരളത്തിലുടനീളം സന്ദേശ പ്രചരണം ചെയ്യുകയും ചെയ്തു. അയ്യ വൈകുണ്ഠസ്വാമികളായാലും, തൈക്കാട്ട് അയ്യാവ് ആയാലും, ചട്ടമ്പി സ്വാമി തിരുവടികളായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, വേദഗുരു സദാനന്ദ സ്വാമികളായാലും, ബ്രഹ്മാനന്ദ ശിവയോഗി ആയാലും, വാഗ്ഭടാനന്ദ ഗുരുവായാലും, രാമാനന്ദ ഗുരുദേവനായാലും, ആഗമാനന്ദ സ്വാമികളായാലും, നിർമ്മലാനന്ദ സ്വാമികളായാലും, ഒരു പരമ്പര. അവരെല്ലാം ഉയർത്തിവിട്ട വീര്യത്തിന്റെ ഫലമായിട്ട് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഉയരാനുള്ള സ്ഥിതിവിശേഷം നമ്മുടെ സമാജത്തിന് ലബ്ധമായി. ഭ്രാന്താലയ സദൃശമായ അവസ്ഥയിൽ നിന്ന് തീർത്ഥാലയ സദൃശമായ അവസ്ഥയിലേക്ക് ഉയരാനുള്ള സാഹചര്യം നമുക്കുണ്ടായി. ആ സാഹചര്യത്തെ വേണ്ടതുപോലെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ടോ? അതിനെ വിനിയോഗിച്ച് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഉയരാനുള്ള പരിശ്രമശാലികളായി നമ്മൾ തീരുന്നുണ്ടോ? ഈ ചോദ്യം നമ്മൾ ചോദിച്ചേ മതിയാവും. നമ്മളിൽ
ഈ ഈഴവരുണ്ടാവട്ടെ, നമ്മളിൽ നായരുണ്ടാവട്ടെ, നമ്മളിൽ തീയരുണ്ടാവട്ടെ, നമ്മളിൽ നമ്പൂതിരിയോ മാരാരോ വാരരോ നമ്പീശനോ ഉണ്ടാവട്ടെ, നമ്മളിൽ ചെറുമരോ പുലയരോ പട്ടരോ അയ്യരോ അയ്യങ്കാരോ ഉണ്ടാവട്ടെ. പക്ഷേ ഇത് മുഴുവൻ ഉണ്ടാവണമെങ്കിൽ ഹിന്ദു എന്ന തായ്വേര് വേണമെന്ന സ്മൃതി, ആ തായ്വേരിനെ പോഷിപ്പിക്കാനുള്ള പ്രവർത്തനം നമ്മൾ എത്രമാത്രം ചെയ്യുന്നു? ഈ ചോദ്യം ചോദിച്ചേ മതിയാവും. നമ്മളിൽ ശാക്തേയരോ വൈഷ്ണവരോ ശൈവരോ ഗാണപത്യരോ ഉണ്ടാവട്ടെ. ശാക്തേയരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, ശൈവരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഏത് സമ്പ്രദായമാണോ, ഏത് ഗുരു ഉപദിഷ്ടമായ മാർഗമാണോ നമ്മൾ പിന്തുടരുന്നത്, പിന്തുടരട്ടെ. എന്നാൽ സനാതന ധർമ്മം എന്നുള്ള മഹത്വപൂർണമായ ആ സംസ്കൃതിയുടെ കീഴിലാണ്, വേദകൽപവൃക്ഷത്തിന് കീഴെയാണ് ഇതെല്ലാം വരുന്നത് എന്ന ധാരണയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ ചില ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു സമൂഹം മാത്രമേ ഉയർന്നു നിൽക്കൂ എന്ന നിലയ്ക്ക് പരസ്പര സഹകരണത്തോടു കൂടി സാമ്പത്തിക ഭദ്രത ആർജിക്കാൻ നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കണം. പ്രശ്നങ്ങളെ കുറിച്ച് ഏറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നങ്ങളെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ദൃഷ്ടി, നമ്മുടെ ചർച്ച പരിഹാരോന്മുഖമാകണം. ആ നിലയ്ക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയരാനുള്ള സന്ദേശം നമ്മുടെ പ്രവർത്തന മേഖലയിൽ നൽകാൻ നമുക്ക് സാധിക്കണം. ഈ കൂട്ടത്തിൽ ക്ഷേത്ര പ്രവർത്തകരുണ്ട്, ഈ കൂട്ടത്തിൽ തന്ത്രിമാരുണ്ട്, ഈ കൂട്ടത്തിൽ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്, ഈ കൂട്ടത്തിൽ യോഗവിദ്യ പഠിപ്പിക്കുന്നവർ, അതുപോലെ നേരത്തെ പറഞ്ഞ പല മേഖലകളിൽ ഹൈന്ദവ സമാജത്തെ സ്പർശിക്കാൻ ശക്തിയുള്ളവരുണ്ട്. ഏതാവട്ടെ നമ്മുടെ മേഖല, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സനാതന ധർമ്മത്തിന്റെ ശാക്തീകരണത്തിനായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിലകൊണ്ടാൽ അത് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ശാക്തീകരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ശാക്തീകരണം. ഉദാഹരണത്തിന്, ഏതെങ്കിലും വ്യക്തിയോ സമാജമോ സാമ്പത്തികമായി താഴേക്ക് പോയാൽ അവർ മറ്റുള്ളവരാൽ ചവിട്ടി മതിക്കപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വേദം നമ്മളോട് പറഞ്ഞത്, ഭൂത്യേന പ്രമദിതവ്യം, ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് നമ്മൾ മടിച്ച് പിന്മാറരുത്. ഇവിടെ നമുക്ക് വലിയ വീഴ്ച വന്നുപോയി. ഇടക്കാലത്ത് നമ്മൾ പറഞ്ഞ് സമാജത്തെ വഞ്ചിച്ചു. മിക്കവാറും ആധ്യാത്മിക പ്രഭാഷകന്മാർ പണമൊന്നും ആഗ്രഹിക്കരുത്, ധനം ആഗ്രഹിക്കരുത്, കുറച്ചുകൂടി കടന്നിട്ട് അത് ആളെ കൊല്ലിയാന്ന് വരെ പറഞ്ഞ ആൾക്ക് ദക്ഷിണയും വേണം. ഒന്ന് ആലോചിച്ചു. മറിച്ച് വേദം അനുശാസിച്ചത് ബഹുവന്നം പ്രാപ്നുയാതെന്ന, എങ്ങനെയെങ്കിലും നീ സമ്പത്ത് ഉണ്ടാക്കും. കുശലാത്മപ്രമദിതവ്യം, നിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. നോക്കൂ, നമ്മള് ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ട് ശിവന്തൽ ധാര എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. അവിടെ ഒതുക്കി നമ്മൾ ഈ ശിവന്തൽ ധാര ചെയ്യുമ്പോൾ ഏതാ മന്ത്രം? ശ്രീരുദ്രമാ ചൊല്ലേണ്ടത്. ഈ ശ്രീരുദ്രം നിത്യപാരായണത്തിന് വിഹിതമാണ്. ശ്രീരുദ്രത്തില് ഒരധ്യായം ശമകമാണ്. എന്താ ശമകം?
ഓരോ മന്ത്രത്തിന്റെയും കൂടെ ച മേ ച മേ ച മേ എന്ന് പറയുന്നത് കൊണ്ടാണ് ആ അധ്യായത്തിന് ചമകം എന്ന് പേര് വന്നത്. എന്താണ് ഈ ചമേ? എനിക്ക് പട്ടുവസ്ത്രം വേണം, എനിക്ക് പരുത്തി വസ്ത്രം വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് രത്നം വേണം, എനിക്ക് കുതിര വേണം, എനിക്ക് ആന വേണം, എനിക്ക് പത്നി വേണം, എനിക്ക് മക്കള് വേണം, മക്കള് വേണം. അങ്ങനെയൊക്കെ പോകുക. 300 ചില്ലാൻ പ്രാർത്ഥനകൾ. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികളോട് ചമകം ചൊല്ലാൻ പറഞ്ഞാൽ അവര് എനിക്ക് ഒരു ലാപ്ടോപ്പ് വേണം, എനിക്ക് iPhone 17 Pro വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചു തരും. ആയിക്കോട്ടെ, എന്താ വിരോധം? പ്രാർത്ഥിക്കട്ടെ. എനിക്ക് സമ്പദ് ഐശ്വര്യങ്ങൾ വേണമെന്ന് പ്രാർത്ഥിച്ച ഒരാൾക്ക് മന്ദനായി, മടിയനായി, അലസനായി ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സമ്പത്ത് ആർജിക്കണം, കരുത്താർജിക്കണം. കരുത്തുള്ളവനെ ആദരിക്കപ്പെടും ലോകത്തിൽ. ദുർബലൻ ആദരിക്കപ്പെടില്ല. ദൗർബല്യത്തെ പൂജിച്ചവരല്ല നമ്മൾ കരുത്തിനെ പൂജിച്ചവരാണ്. നവരാത്രി കഴിഞ്ഞേ ഉള്ളൂ. ശക്തി സ്വരൂപിണിയെ, ഭഗവതിയെ, ശക്തിയുടെ എല്ലാ പരിവേഷങ്ങളോടും കൂടിയാണ് നമ്മൾ പൂജിച്ചത്. പൂജിക്കേണ്ടത് അശക്തിയെ പൂജിക്കുന്നവരല്ല നമ്മൾ. മഹാദേവിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും ഒരുപോലെ നമ്മൾ പൂജിച്ചു. ശ്രദ്ധിക്കുക. നമ്മൾ ഉപാസിക്കുന്ന ദേവീ ദേവന്മാര് ആരെങ്കിലും ദൗർബല്യത്തിന്റെ മൂർത്തികളുണ്ടോ? ഒന്ന് കാണിച്ച്. ഒരു ദേവത ഒരു ദുർബലനായിട്ട് എന്നെ ഒന്നിനും കൊള്ളൂലേ, ഞാനിങ്ങനെ നോക്കി കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ പൂജിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും നാലായുധങ്ങളുള്ളവർ. വിഷ്ണു ആണെങ്കിൽ 2 കൈകളിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നങ്ങളാണെങ്കിൽ താമരയും ശംഖവും. നല്ല വിടർന്നു നിൽക്കുന്ന താമര, അനന്തമായ സുഖം ശംഖം. എങ്കിൽ മറ്റു 2 എണ്ണമോ? ഒന്ന് ശസ്ത്രം, ഒന്ന് അസ്ത്രം. ഗദയും ചക്രവും. ഈ 2 തരം ആയുധങ്ങളെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. മൂന്നാമതൊരായുധം ഉണ്ടാവില്ല. ഒന്ന് കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധം, 2 കൈ വിട്ടുപയോഗിക്കുന്ന ആയുധം. കയ്യിൽ പിടിച്ചുപയോഗിക്കുന്നത് ശസ്ത്രമാണ്, കൈ വിട്ടുപയോഗിക്കുന്നത് അസ്ത്രമാണ്. ശിവൻ മംഗള സ്വരൂപനാ, അഭയങ്കരനാ. പക്ഷെ ശൂല കൈവിട്ട ശിവനില്ല, വേല് കൈവിട്ട സുബ്രഹ്മണ്യനില്ല. മഴു ഗണപതിക്കും ശിവനും ഒക്കെ ഉണ്ട് ധ്യാനത്തിൽ. ദേവിക്ക് ആയുധങ്ങളുടെ എണ്ണം പറയണ്ട. എന്തിനാ ഇതൊക്കെ കാണിച്ചു തന്നെ? ആസുരികതയെ നിഗ്രഹിക്കാനുള്ള കരുത്തിനെ ഉപാസിക്കുന്നവരാണ് നമ്മൾ, ദൗർബല്യത്തെ ഉപാസിക്കുന്നവരല്ല. ഈ കരുത്തിനെ ഉപാസിക്കുന്ന നമ്മൾ എങ്ങനെ ദുർബലരാകുന്നു? ചിന്തിക്കുക. ദൗർബല്യത്തെ പൂജിക്കുന്നവരാകുന്നു. കേട്ടിട്ടില്ലേ, വലത്തെ കരണത്തടി കിട്ടിയ ഇടത്ത് കാണിക്കണം അത്രേ. ചോദ്യം, ഇടത്ത് കിട്ടിയാലോ നല്ലോണം കാണിക്കണം. ഇങ്ങനെ കണ്ടവരോട് തല്ലുകൊണ്ട് നശിക്കുന്നവരാണോ നമ്മൾ? ഇതിനേക്കാൾ കഷ്ടം പിടിച്ച വാക്യം കേട്ടിട്ടുണ്ട്. വായി കയ്യെത്താ കടിക്കില്ല സ്വാമി, അത്ര നല്ല സ്വഭാവമാണ്. കേട്ടില്ല? ഈ വായി കൈട്ടാ കടിക്കാത്തവൻ നല്ല ആളാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്നിനും കൊള്ളാത്തവനാ. അല്ലെങ്കിൽ കൈ ഇടുന്നത് ദന്ത ഡോക്ടർ ആയിരിക്കണം, എന്നാ കടിക്കരുത്. അല്ലാതെ കണ്ടോന് കഴിക്കാനുള്ള സാധനം നമ്മുടെ വായ. ഇങ്ങനത്തെ അബദ്ധങ്ങളെ പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു സമാജമാക്കി നമ്മളെ തീർത്തു. മാറി ചിന്തിച്ചേ മതിയാവും.
വേദത്തിലേക്ക് പോയേ മതിയാവും. ഋഗ്വേദ സംഹിതയിൽ വളരെ വികാര നിർഭരമായ ഒരു ഭാഗം സംഹിതയിൽ ഓർമ്മിക്കുകയാണ്. ഒരു മഹായുദ്ധം നടക്കുന്നു. ആ യുദ്ധക്കളത്തില് കുതിരപ്പുറത്ത് വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. കഷ്ടകാലത്തിന് ആ യുദ്ധത്തിൽ അവരുടെ കാല് മുറിഞ്ഞുപോയി. മുട്ടിന് താഴെ വെച്ച് കാല് മുറിഞ്ഞുപോയി. എന്നിട്ട് അന്ന് ലോഹം കൊണ്ടുള്ള കാല് ഫിറ്റ് ചെയ്ത് പിറ്റേന്ന് യുദ്ധക്കളത്തിലേക്ക് അവർ വരികയാണ്. ഋഗ്വേദ സംഹിതയിലുണ്ട്, നോക്കുക. കരുത്തിനെ ഉപാസിക്കുക. കരുത്തിന് ആ കരുത്ത് എങ്ങനെ നേടിയെടുക്കാം? വേദം നമ്മളോട് പറഞ്ഞു. 10552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിത ഒടുവിൽ നമ്മളോട് പറഞ്ഞു, സംഗച്ഛത്വം സമ്പദത്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുക. നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയൂ. ഈ ഒറ്റ മന്ത്രം ഓർമ്മിച്ചാൽ മതി, ഒന്നും വേണ്ട. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുക. നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുക. ഈ ഒന്നിച്ചെന്ന മഹാമന്ത്രം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എങ്കിൽ ഒരു ന്യൂനതയും നമുക്ക് സംഭവിച്ചിട്ടില്ല, ഒട്ടും സംഭവിക്കുകയുമില്ല. ഒന്നിന്റെ പേരിലും ഭിന്നിക്കാൻ. ഇത് പറയുന്ന സമയത്ത് സാമുദായിക സംഘടനകൾ മൊത്തം ഹൈന്ദവ ശക്തിയുടെ ജാഗരണത്തിനായിക്കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടവയാണ്. പക്ഷേ പലപ്പോഴും അത് വിസ്മരിച്ച് ഏതാനും ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ, ചില വിദ്യാശാലകളിൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, സർക്കാരിന്റെ ചില ഔദാര്യങ്ങൾ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടോ, ഹിന്ദു എന്നുള്ള ആ വിശാലമായ കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് കലഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവ പലപ്പോഴും തിരിയുന്നു. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായ രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ അസ്ഥിവാരമായ ധാർമ്മികതയിൽ നിന്ന് ഭിന്നമാകുമ്പോൾ അത് അപകടകാരിയാകുന്നു. അപ്പോൾ ഞാൻ ആ പാർട്ടിയാണ്, ഞാൻ ഈ പാർട്ടിയാണ്, ഞാൻ മറ്റേ പാർട്ടിയാണെന്നും പറഞ്ഞ് വിഭജിക്കപ്പെട്ട് നമ്മൾ അതിന്റെ പേരിലും കലഹിക്കുന്നു. ഇവിടെയാണ് സംഗച്ഛത്വം സമ്പദത്വം എന്ന വേദമന്ത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന അനിവാര്യത, ഉൾക്കൊള്ളിക്കേണ്ടുന്ന അനിവാര്യത. ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും സ്ഥാനമുള്ളൂ എന്ന തിരിച്ചറിവിനെ നമ്മൾ നേടിയേ മതിയാവും. നമ്മൾ യോഗം പഠിപ്പിക്കുന്നവരാണോ? നമ്മൾ വേദം പഠിപ്പിക്കുന്നവരാണോ? നമ്മൾ വ്യത്യസ്ത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളാണോ? നമ്മൾ ക്ഷേത്ര പ്രവർത്തകരാണോ? ഏത് മേഖലയിലും ആവട്ടെ, ഹിന്ദു എന്ന തായ്വേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതിനെ പോഷിപ്പിക്കുകയാണ് നമ്മുടെ ദൗത്യം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. ഈ തിരിച്ചറിവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് കേരളത്തിലെ മാർഗദർശക മണ്ഡലത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും, എല്ലാവരും, അവിടെ പ്രത്യേകിച്ച് ഒരു ഭേദവുമില്ല. പേര് പറയുമ്പോൾ പലരും വിട്ടുപോകും. ശ്രീരാമകൃഷ്ണ മിഷനാകട്ടെ, ചിന്മയ മിഷനാകട്ടെ, മാതാ പ്രധാനമയി മഠമാകട്ടെ, തീർത്ഥപദ ആശ്രമമാകട്ടെ, സംബോധ ഫൗണ്ടേഷൻ ആകട്ടെ, ദയാനന്ദ ആശ്രമങ്ങളാവട്ടെ, ഇങ്ങനെ പേര് പറയുമ്പോൾ പലരും വിട്ടുപോകും. നിത്യാനന്ദ ആശ്രമമാകട്ടെ, എല്ലാവരും അതുപോലെ ഒറ്റപ്പെട്ട് വ്യത്യസ്ത ആശ്രമങ്ങളായി കഴിയുന്ന സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും, ശിവഗിരി മഠമാകട്ടെ,
എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഈ വേദിയിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്നതിൽ എല്ലാരെയും കണ്ടുകൊണ്ട് വരില്ല. എന്താ കാരണം? കാരണം ഇത് രണ്ടാമത്തെ ജില്ലയായിട്ടേ ഉള്ളൂ. വയനാട് ജില്ലയിലുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. അവർക്ക് സമയമുണ്ട്. കാരണം വയനാട് ജില്ല കഴിഞ്ഞാൽ അവർ ഇതിന്റെ കൂടെ പോകും. കോഴിക്കോട് ജില്ലയിലുള്ളവർ വന്നിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ നമ്മളുണ്ട്, ബാക്കിയുള്ളവരില്ല. അവർ കോഴിക്കോട് ജില്ല കഴിഞ്ഞാൽ കൂടും. മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ അത് കഴിഞ്ഞാൽ കൂടും. കാരണം ഓരോ സ്ഥലത്തും സംഘാടകരായിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. എങ്കിലും ഇന്നലെ ഉദ്ഘാടന സന്ദർഭത്തിൽ മിക്കവാറും പേര് ഉണ്ടായിരുന്നു. ഇതിനു വേണ്ടി രൂപീകരിച്ച ഒരു സംവിധാനത്തിന്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട് മാതാ അമൃതാനന്ദമയി ദേവിയാണ്. അമ്മ വളരെ വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ ഈ സ്ഥാനം ഏറ്റെടുത്തതും ഇതിനെക്കുറിച്ച് നിരന്തരം അന്വേഷിച്ചതും. കേരളത്തിന്റെ പ്രിയ സാഹിത്യകാരനായ ശ്രീ സി രാധാകൃഷ്ണൻജി ഈ സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിനൊന്നും എല്ലാ സ്ഥലത്തും പങ്കെടുക്കാൻ പറ്റില്ല. ഇവിടെ വേദിയിൽ തന്നെ തീർത്ഥപാദാശ്രമത്തിന്റെ മഠാധിപതിയുണ്ട്. ശിവഗിരി മഠത്തിന്റെ മഠാധിപതി 10-ാം തീയതി സംബന്ധിക്കും. ഇങ്ങനെ എല്ലാവരും എവിടെയെങ്കിലും ആയിട്ട് സംബന്ധിക്കും. എന്തിനിങ്ങനെ ഒത്തുചേർന്നു? നേരത്തെ സൂചിപ്പിച്ച ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി മാത്രം. ഈ ഒരു യാത്ര കൊണ്ട് എല്ലാവോ ഇല്ല. നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളെന്ന് പറയുന്നത് വ്യക്തികൾ എന്ന നിലയ്ക്കല്ല, വ്യത്യസ്ത ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ നേതൃത്വം എന്ന നിലയ്ക്കാണ് പറയുന്നത്. നമ്മളിലൂടെ ഇത് നമ്മുടെ പ്രസ്ഥാനങ്ങളിലൂടെ ഏകതയുടെ കരുത്തിന്റെ സന്ദേശം വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമാജത്തെ ഹീനമാക്കുന്ന, ദുർബലമാക്കുന്ന ഏത് പ്രവണതയെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മുലയൂട്ടി കൊല്ലാൻ വന്ന പൂതനയെ തിരിച്ചറിഞ്ഞ കൃഷ്ണനെ ഉപാസിക്കുന്നവരാണ് നമ്മൾ. ആ കൃഷ്ണൻ പൂതനയെ കൊന്നത് അടിച്ചിട്ടോ കുത്തിയിട്ടോ അല്ല, മുല കുടിച്ചിട്ടാണ്. മുല കൊടുത്തു കൊല്ലാൻ വന്നവളെ മുല കുടിച്ചു കൊന്ന ഭഗവാനെ പൂജിക്കുന്ന നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ധർമ്മധ്വംസകര് കടന്നുകൂടുന്നതെന്ന് തിരിച്ചറിയണം. ചിലപ്പോൾ അവർ മഹാഭക്തന്മാരാകും, ഭക്ത സമ്മേളനങ്ങൾ നടത്തും, ഒക്കെ ചെയ്യും. തിരിച്ചറിയാൻ കഴിയണം ഏത് രീതിയിലാണ് ധർമ്മധ്വംസകര് പൂതനയുടെ, പൂതന എന്ന് പറഞ്ഞാൽ പൂതാൻ അഭി ആകർഷയതീതി പൂതന, പൂതന്മാരെ പരിശുദ്ധന്മാരെ പോലും ആകർഷിക്കുന്നവളാ പൂതന. വ്രജത്തിൽ ആർക്കും മനസ്സിലായില്ല ആരായിരുന്നു, എന്തിനായി വന്നതെന്ന്. പക്ഷെ ഭഗവാൻ മനസ്സിലായി. ആ ഭഗവാനെ ഉപാസിക്കുന്ന നമ്മൾക്ക് ഒരു മഹാമന്ത്രം സ്വായത്തമാക്കണം. ആര് ഏത് രീതിയിലാണോ എന്നോട് ഇങ്ങോട്ട് പെരുമാറുക, അതേ രീതിയിലായിരിക്കും അങ്ങോട്ടും. ഈ മന്ത്രം മറക്കരുത്. ആരേത് രീതിയിൽ ഇങ്ങോട്ടോ അതുപോലെ ആയിരിക്കും അങ്ങോട്ടും. ഇവിടുന്ന് ആ ചുമരിലേക്ക് 6 മീറ്റർ ആണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും 6 മീറ്റർ. അല്ല, അവിടുന്ന് ഇങ്ങോട്ട് 6 മീറ്റർ, ഇവിടുന്ന് അങ്ങോട്ട് 3 മീറ്റർ. അത് നടക്കില്ല. ആ കാലം കഴിഞ്ഞു പോയി. ഇനിയും അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ നാളെ പറയാനൊരു ഹിന്ദു ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഏത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരായാലും, നിങ്ങൾ ഏത് ഉപാസന ചെയ്യുന്നവരായാലും, ദയവ് ചെയ്ത് ഇത് എല്ലാവരോടുമായി പറയുകയാണ്. 4 സകാരങ്ങളെ ഉപാസിക്കാൻ ഹിന്ദു സമാജത്തെ പ്രേരിപ്പിക്കണം. 4 സകാരങ്ങൾ. സമ്പത്ത്, നമുക്ക് സമ്പത്ത് വേണം. സന്താനം, നമുക്ക് സന്താനങ്ങൾ വേണം. സംസ്കാരം, ആചരണങ്ങള്, അറിവ്, അതെല്ലാം ചേർന്നുണ്ടാക്കുന്ന സംസ്കാരം. സംഘടന,
ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം. ഈ 4 സകാരങ്ങളെ ഉപാസിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാമോ? ഒരു ന്യൂനതയും വന്നിട്ടില്ല, ഒട്ടുവരികയുമില്ല. അതിന് നമ്മുടെ സമാജത്തെ പ്രാപ്തമാക്കുക എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾക്ക് എന്താശയങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ സമയത്ത് പങ്കുവെക്കാം. അഥവാ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം, ഇനി ചോദ്യങ്ങളാണെങ്കിൽ അതും ആവാം, എന്തെങ്കിലും ആശയങ്ങളെ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അതും ആവാം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, മാർഗദർശക മണ്ഡലം ഈ ഒരു കാര്യപരിപാടി സംഘടിപ്പിക്കുമ്പോൾ 14 ജില്ലകളുടെയും സവിശേഷതകൾ വിഭിന്നങ്ങളാണ്. അപ്പൊ 14 ജില്ലകളുടെയും പ്രതിസന്ധികളും വിഭിന്നങ്ങളായിരിക്കും, സവിശേഷതകളും വിഭിന്നങ്ങളായിരിക്കും. അപ്പൊ ഇവിടെയുള്ളതായ അഭിപ്രായങ്ങളുടെ സ്വരൂപണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും മാർഗദർശക മണ്ഡലം മുമ്പാകെ നമുക്ക് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ വിശദമായി എഴുതി ഏൽപ്പിക്കുക. തീർച്ചയായിട്ടും ഭാവി പ്രവർത്തനങ്ങളിൽ അത് ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അത് ചോദ്യോത്തരം എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, അത് എഴുതി തയ്യാറാക്കി ഈ കാര്യപരിപാടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് ഏൽപ്പിച്ചാൽ മതി. ഇല്ലെങ്കിൽ വൈകുന്നേരം പൊതുപരിപാടി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് ഏൽപ്പിച്ചാൽ മതി. പക്ഷെ അത് വ്യക്തി എന്ന രീതിയിലല്ല, വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ എന്ന രീതിയിൽ മാർഗദർശക മണ്ഡലത്തിന് മുമ്പാകെ സമർപ്പിക്കാനുള്ള ആശയങ്ങൾ, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ എഴുതി അറിയിക്കണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ചുരുങ്ങിയ ഭാഷയിൽ നമുക്ക് പറയാം. ധർമ്മ വീര്യം തുടിക്കുന്ന കണ്ണൂര് നാഡീസ്പന്ദനം തിരിച്ചറിയുന്ന ഹൈന്ദവ നേതൃത്വമാണ് ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കേരളത്തിലെ സന്യാസി സമൂഹം താൽപര്യമാണ്. പക്ഷെ പരിമിതമായ സമയത്തിനുള്ളിൽ ചിട്ടപ്പെടുത്തിയ ഈ പരിപാടി മെച്ചപ്പെടുത്തേണ്ടത് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദ്യരൂപേണ എഴുന്നേറ്റ് നിന്ന് സ്വാമിജിയോട് ചോദിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ അഭിപ്രായം പേപ്പറിൽ രേഖപ്പെടുത്തി സമർപ്പിക്കാൻ കഴിയും. ചോദ്യം ആരംഭിക്കാം. നമസ്കാരം. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ സന്യാസിവര്യന്മാർക്കും ഈ സദസ്സിലിരിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ധർമ്മ സന്ദേശ യാത്രാ പരിപാടിയുടെ ഈ കണ്ണൂർ ഭാഗത്തുള്ള അനൗൺസ്മെന്റിന് ഈ സംഘാടക സമിതി എന്നെയാണ് നിർദ്ദേശിച്ചുള്ളത്. അതുപോലെ ഇന്നലെ ആ നിർദ്ദേശപ്രകാരം ഞാൻ പല ഭാഗത്തും അനൗൺസ് ചെയ്യാൻ പോയപ്പോൾ ഈ കാര്യമാണ് ഞാൻ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ളത്. മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള സാംസ്കാരിക തന്മയെ വീണ്ടെടുക്കുന്നതിനായി സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര കണ്ണൂരിൽ നിന്ന് സ്വീകരണം നൽകുന്നു എന്ന് കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്ത് പോകുമ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് എഴുതി ചോദിച്ചു, ഈ സദസ്സിൽ നിങ്ങൾ ആ സന്യാസിമാരോട് ഈ അഭിപ്രായം അറിയണം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ അഭിപ്രായം ഈ സദസ്സിൽ ഇരിക്കുന്നവർക്കും കൂടി അറിയേണ്ടതായിട്ട് തോന്നുന്നുണ്ടാവാം. എന്നുവെച്ചാൽ കേരളം പഴയ തനിമയിലേക്ക് തിരിച്ചു പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അത് പഴയ ജാതി വ്യവസ്ഥയെ പഴയ ജാതി വ്യവസ്ഥ നിറഞ്ഞ കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണോ ഈ പഴയ തനിമയെ എന്നാണ് അദ്ദേഹം എഴുതി തന്നത്. അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ ശ്രേഷ്ഠരായ സന്യാസിമാർ സന്നിഹിതരായിട്ടുണ്ട്. അത് ഇവിടെ അറിയിക്കണമെന്നും പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ മാർഗനിർദ്ദേശക മണ്ഡലം നമ്മളെപ്പോഴും ഇപ്പോൾ പത്രത്തിൽ ഇപ്പോൾ 2-3 ദിവസമായി വായിക്കുന്നത് ശബരിമലയിൽ കട്ടില വരെ കട്ടുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാർഗനിർദ്ദേശക
മണ്ഡലത്തിലെ സന്യാസിമാർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യവും ഇവിടെ അറിയിക്കണം. ഞാൻ കണ്ണൂർ ജില്ല തെയ്യം കോമരം കൂട്ടായ്മയുടെ കണ്ണൂർ ജില്ലാ കൺവീനർ കൂടിയാണ്. ഇവിടെ അധ്യക്ഷനായിട്ടുള്ള വിനുസ്വാമിയുടെ തറവാട് കാവിൽ കോമരമായിട്ട് 10-24 വർഷം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും കൂടി ഉപദേശം അറിയാൻ താല്പര്യം. ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. കേരള തനിമയിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സന്യാസിമാർ സഞ്ചരിക്കുമ്പോൾ ഇത് പഴയ ജാതീയമായ ഹീനത, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ട ദോഷമുണ്ട് തുടങ്ങിയ ആ ഹീനമായ അവസ്ഥയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാനാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത്? അതാണോ നിങ്ങളുടെ ആഹ്വാനം? സഹോദരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക. എന്താശയമാണ് നൽകുന്നത് എന്ന് കേൾക്കാൻ ശ്രമിക്കുക. മാധ്യമവിധർമ്മം, മാധ്യമധർമ്മം എന്ന വാക്കല്ല ഉപയോഗിച്ചത്, മാധ്യമവിധർമ്മം എങ്ങനെയൊക്കെ വളച്ചൊടിക്കും വാർത്തകളെ എന്നുള്ളത് കൂടി കരുതുക. വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഇതിന് ഉത്തരം പറയാം. 7 വർഷങ്ങൾക്ക് മുമ്പാണ്, 7ആണോ 8ആണോ ഓർമ്മയില്ല, 2018 ശബരിമലയിലെ യുവതീ പ്രവേശ സംബന്ധമായ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ഏതോ ഒരു വേദിയിൽ ചിദാനന്ദപുരി സ്വാമിയുടെ അഭിപ്രായം എന്താണ്, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊരു ചോദ്യം വന്നു ഒരു പൊതുവേദിയിൽ. അത് നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമായി അന്നും ഇന്നും എന്നുമുള്ള നമ്മുടെ അഭിപ്രായം ശക്തമായി പറഞ്ഞു. ഒരു ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി ആചരിക്കപ്പെടുന്നത് എന്താണോ അവിടുത്തെ ദേവതാ സങ്കല്പത്തിനനുസൃതമായ ചര്യ പാലിക്കപ്പെടണം എന്ന്. പക്ഷെ പറയുന്നതിന് മുമ്പായിട്ട് യങ് ലോയേഴ്സ് ഫോറം സുപ്രീം കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ ഇന്നതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം, അങ്ങനെ പ്രവേശിപ്പിക്കാത്തത് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള വിപരീത വിവേചനമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുവാദം കൊടുക്കണം എന്ന് യങ് ലോയേഴ്സ് ഫോറം സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിന്റെ വിചാരണ നടക്കുകയാണ്. അതിന്റെ വിധി വന്നിട്ടില്ല. വിധി വരുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷേ നമ്മുടെ അഭിപ്രായം, ഒരു ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ആചാരം പരിപാലിക്കപ്പെടണമെന്നാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി യുവതി പ്രവേശം ഇല്ലാത്ത ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുത് എന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങൾ എന്താ ചെയ്തു എന്നറിയോ? ഈ ഭാഗം കൊണ്ട് കട്ട് ചെയ്തു. യങ് ലോയേഴ്സ് ഫോറം കൊടുത്ത പെറ്റീഷൻ ഇന്നതാണെന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ യുവതികൾ പ്രവേശിക്കണമെന്നാണ് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞത്. എന്നിട്ട് അയാൾ മാറ്റി പറഞ്ഞു എന്നും പറഞ്ഞ് ഇപ്പോഴും നമ്മുടെ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവഗണിക്കല്ലാണ്ട് എന്താ ചെയ്യുക? ഒരു ദിവസം ആശ്രമത്തില് ഒരാള് വന്നു, ഒരു 10-75 വയസ്സുള്ള ഒരാള്. ഒരു 6-7 ബാഗ് ഉണ്ട് അയാളുടെ കയ്യിൽ. 2-3 ബാഗൊന്നും അല്ല, 6-7 ബാഗുണ്ട്. വല്ലാത്ത വിലക്ഷണമായ രൂപം. അത്രയ്ക്കധികം ബാഗൊക്കെ ആയിട്ട് വന്നതെന്ന് വിചാരിച്ചു. അയാൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടെ കൂടുക, എങ്ങോട്ടും പോണില്ല. സന്തോഷം. അതെന്താ? എന്നെ വീട്ടിൽ നിന്ന് മക്കളും പത്നിയും, പത്നി എന്നുള്ള വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ച്, ഭാര്യ എന്നുള്ള വാക്കാണ്, ചവിട്ടി പുറത്താക്കി. ശരി, ഇതിനൊറ്റ കാരണക്കാരൻ നിങ്ങളാണ്. ഞാനോ? ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ.
നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൽ പ്രസംഗിക്കാൻ വന്നത്? അതെ, ഒന്ന് ഓർമ്മയുണ്ട്. അവിടുന്ന് നിങ്ങൾ പറഞ്ഞില്ലേ മക്കള് പ്രായപൂർത്തിയായി വലുതായി കഴിഞ്ഞാൽ സ്വത്തൊക്കെ അവർക്ക് എഴുതി കൊടുക്കണം എന്ന്? അത് ഞാൻ ചെയ്തതിന്റെ ഫലം. അപ്പൊ എന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് ആരാ കാരണം? നിങ്ങളല്ലേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല കാരണവരെ, ചിദാനന്ദപുരി സ്വാമി നിങ്ങളുടെ ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങളുടെ വയസ്സായ ഒരു സ്വത്തൊക്കെ മക്കൾക്ക് എഴുതി കൊടുക്കണമെന്ന് പ്രസംഗിച്ച് പോവുക ചെയ്തത്? അല്ല, അതിനു മുമ്പ് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ എന്തൊക്കെ ആചാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും ചെയ്യാണ്ട് ഇത് മാത്രം നിങ്ങൾ അനുസരിച്ചെന്താ? ചില വാക്കുകൾ അവിടുന്നും ഇവിടുന്നും അടർത്തിയെടുത്ത് വിപരീതമായ ഉദ്ദേശത്തോടു കൂടി പറയുന്നവരോട് ഒന്നും പറയാനില്ല. മറിച്ച് കേരളത്തിൽ ഉണ്ടായിരുന്ന അതിഹീനമായ വേദവിരുദ്ധമായി മധ്യകാലഘട്ടത്തിൽ കടന്നുകൂടിയ, ആവർത്തിക്കട്ടെ, വേദവിരുദ്ധമായി മധ്യകാലഘട്ടത്തിൽ കടന്നുകൂടിയ ദുരാചാരങ്ങളെ നീക്കം ചെയ്തത് മഹാപുരുഷന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അയ്യ വൈകുണ്ഠസ്വാമിയും തൈക്കാട്ട് അയ്യാവും ചട്ടമ്പി സ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും വേലായുധം പണിക്കരും ശുഭാനന്ദ ഗുരുദേവനും വേദഗുരു സദാനന്ദ സ്വാമികളും പണ്ഡിറ്റ് കറുപ്പനും ബ്രഹ്മാനന്ദ ശിവയോഗിയും വാഗ്ഭടാനന്ദ ഗുരുദേവനും ശ്രീരാമാനന്ദ ഗുരുദേവനും ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരില്ലായിരുന്നെങ്കിൽ, അഗമാനന്ദ സ്വാമികളും നിർമ്മലാനന്ദ സ്വാമികളും ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്നും അന്ധകാരാവൃതമായ അവസ്ഥയിലാകുമായിരുന്നു. എന്നാൽ ആ അന്ധകാരാവൃതമായ അവസ്ഥയല്ല കേരളത്തെ തനിമ. അതിനു മുന്നിലേക്ക് നമ്മൾ പോകണം. അവിടെയാണ് ഭാരതത്തിന്റെ സാംസ്കാരിക മഹിമയുടെ മുഴുവൻ ആകരം നമുക്ക് കാണാൻ കഴിയുക. ജഗദ്ഗുരുവായ ശങ്കരാചാര്യരെ പറഞ്ഞയച്ച കേരളം, മധ്യത്തിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്ന കേരളം. കേരളപ്പുഴയല്ല, പാലക്കാട് പുഴയല്ല, ഭാരതപ്പുഴ. ഓരോ പ്രദേശത്തും തനത് മഹിമ, സാംസ്കാരിക മഹിമയുള്ള കേരളം. ഇപ്പൊ നമ്മള് പൂരക്കളിയുടെയും മറുത്തുകളിയുടെയും കാളിയാട്ടങ്ങളുടെയും പ്രദേശം കഴിഞ്ഞ് തെയ്യങ്ങളുടെയും മുത്തപ്പന്റെയും അവധൂത മഹാത്മാക്കളുടെയും ആയോധന കലകളുടെയും ശക്തയ ഉപാസനയുടെയും ഒക്കെ നാട്ടിലേക്ക് എത്തിയിരിക്കുക. അതിന് തനത് ഭാവമാണ്. ഇവിടെ ജാതീയമായ ഉച്ചനീചത്വമല്ല. നോക്കൂ, വേദത്തിലെ സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ വേദാന്തങ്ങൾ 6, ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം എന്ന ഉപവേദങ്ങൾ 5, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും മറുപടി പറയേണ്ടത് മറുത്തുകളിയില. ആ മറുത്തുകളി ചെയ്തത് ആരാ? കൂടുതലിട്ടവരാ? ഇവര് പറയുന്ന സവർണരെന്ന് പറയുന്നവരാ? അല്ല. മനസ്സിലാക്കുക, മനസ്സിലാക്കിയേ മതിയാവും. യാദവ സമൂഹത്തിൽ നിന്നും തീയ സമൂഹത്തിൽ നിന്നുമാണ് അക്കാലത്ത് മറുത്തുകളിയുടെ ആചാര്യന്മാരുണ്ടായിരുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടായിരുന്നു. എല്ലാ സമുദായങ്ങളും. അവിടെ ഉച്ചനീചത്വങ്ങളല്ല. ഉച്ചനീചത്വങ്ങൾ എപ്പോ കടന്നുകൂടി? ചരിത്രം പഠിക്കുക. അതുകൊണ്ട് തൊട്ടുകൂടാ നേടിക്കൂടാ എന്നുള്ള അതിഹീനമായ ഉച്ചനീചത്വങ്ങളുടെ ആ അന്ധകാരത്തിലേക്ക് അല്ല, മറിച്ച് പ്രകാശപൂർണമായ തീർത്ഥ മഹിമയുടെ കേരളത്തെ അക്ഷരം ഒന്ന് ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വെക്കുന്ന, കഷ്ടകാലത്തിന് മറ്റൊരാളെ ചവിട്ടിപ്പോയാൽ നമസ്കരിക്കുന്ന,
ആ കേരളം ഉണ്ടല്ലോ. തുഞ്ചത്ത് ആചാര്യൻ രാമായണം രചിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. ആ കേരളം ഉണ്ടല്ലോ. കേരളം എന്ന പദം തന്നെ വാൽമീകി രാമായണത്തിലുണ്ട്. കാലം നിർണയിക്കാനാവില്ല വാൽമീകി രാമായണത്തിന്റെ. ചിന്തിക്കുക. ആ കേരളം, കേരള ശബ്ദത്തിന്റെ കൂടെ അലച്ച് പ്രത്യയം വരുമ്പോഴാണ് കേരളം വരുന്നത്. ആ കേരളത്തിന്റെ ഒരുമയുടെ, സ്നേഹത്തിന്റെ, ഏകതയുടെ ആ കേരളത്തെ അതിന് നമുക്ക് ഉയർത്തി കാണിക്കണം. അതിനുള്ള സന്ദേശങ്ങളാണ് തരുന്നത്, അതിനുള്ള സന്ദേശങ്ങളാണ് പങ്കുവെക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞാലും വളച്ചൊടിക്കേണ്ടവർ വളച്ചൊടിക്കും, നല്ലതെന്നേ പറയാനുള്ളൂ. നിങ്ങൾ വളച്ചൊടിക്കൂ. നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കി കിട്ടിയാൽ മതി എന്നാ ഞാൻ പറയണത്. ഒരു വിരോധവും ഇല്ല, ഒരു വിരോധവും ഇല്ല, ഒരു വിരോധവും ഇല്ല. ആവർത്തിക്കുന്ന 3 പ്രാവശ്യം പറഞ്ഞു. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, അത്രമാത്രം. ശരി, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലാവാം, ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ആവാം. ഒരു വിവാദത്തിന് വിത്തുണ്ട്. ശബരിമലയില് സ്ത്രീ പ്രവേശനം നിഷേധിച്ചിട്ടില്ല. പ്രത്യേക പ്രായപരിധിയിലുള്ളവർക്ക് മാത്രമല്ലേ നിഷേധമുള്ളൂ പാരമ്പര്യം. ഇപ്പൊ പറഞ്ഞതിന്റെ വിവാദം ഇവിടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശം എന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. യുവതീ പ്രവേശം എന്ന വാക്കാണ് പറഞ്ഞത്. നമ്മുടെ വായന സ്ത്രീ പ്രവേശം എന്നൊരു ശബ്ദം വന്നിട്ടില്ല. കാരണം ശബരിമലയിൽ ഒരിക്കലും സ്ത്രീ പ്രവേശം നിഷേധിച്ചിട്ടില്ല. ആർത്തവകാലീനകളായ സ്ത്രീകൾക്കാണ്, യുവതികൾക്കാണ് ശബരിമലയിൽ പ്രവേശം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അത് വ്യത്യസ്ത ആചാരങ്ങൾ വ്യത്യസ്ത ക്ഷേത്രങ്ങളിലുണ്ട്. സ്ത്രീകൾക്ക് പൂജയ്ക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമുണ്ട്. മണ്ണാർശാലയിൽ ഏത് തന്ത്രിശ്രേഷ്ഠൻ ചെന്നാലും അവിടെ പൂജ ചെയ്യാൻ പ്രാധാന്യമുള്ളത് സ്ത്രീലേഹത്തിലാണ്. ഇതുപോലെ വേറെ ഈ സ്ഥലങ്ങളിലുണ്ട്. ആചാരങ്ങൾ വിഭിന്നങ്ങളാണ്. അതത് ദേവതാ സങ്കല്പത്തിനനുസരിച്ച്, അതത് സങ്കേതത്തിന്റെ സവിശേഷത അനുസരിച്ച് വ്യത്യസ്തങ്ങളാണ്. ആ വൈവിധ്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അത് ശ്രദ്ധിക്കുക. കണ്ണൂർ ദസറ സർക്കാർ പരിപാടിയായി മാറിയപ്പോൾ പഴയകാല നവരാത്രി ആഘോഷത്തിന്റെ മഹിമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കണ്ണൂരിലെ കോവിലുകൾക്ക്, ഹൈന്ദവ സംഘടനകൾക്ക് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നതിന് എന്ത് നിർദ്ദേശമാണ് നൽകാനാവുക? നമ്മൾ ഈ വിഷയത്തിൽ മാത്രമല്ല, അല്ലാതെ തന്നെ ഓരോ പ്രദേശത്ത്, ഇപ്പോൾ ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റി എടുക്കുക, ക്ഷമിക്കണം, കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ എടുക്കുക, അല്ലെങ്കിൽ സമീപസ്ഥങ്ങളായ പഞ്ചായത്തുകൾ എടുക്കുക. ആ ഒരു പഞ്ചായത്തിൽ 100 കണക്കിന് ക്ഷേത്രങ്ങളുണ്ടാവും. 100 കണക്കിന് മഹാക്ഷേത്രങ്ങളും ഗ്രാമക്ഷേത്രങ്ങളും കുടുംബക്ഷേത്രങ്ങളും കാവുകളും തറവാട് ക്ഷേത്രങ്ങളും ഒക്കെ ആയിട്ട്. അതേപോലെ ഈ മുനിസിപ്പാലിറ്റിയിൽ എടുത്താൽ 1000 കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടാവും. ഈ ക്ഷേത്രങ്ങളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം, ഒരു കൂട്ടായ്മ. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഒത്തുചേരുക. എന്തെല്ലാം വിഭവങ്ങളെ നമുക്ക് പങ്കു ചേർക്കാമോ അതിനെ പങ്കു ചേർക്കുക. വലിയ ചെലവ് കുറയ്ക്കാൻ പറ്റും ചടങ്ങുകൾക്ക്. അനാവശ്യങ്ങളായ ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. ശാസ്ത്രബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടേതായ ആചാരങ്ങള് ഇല്ലാതാവുന്നതിനെ അഥവാ ഇല്ലാതാക്കുന്നതിനെ ശാസ്ത്രീയമായി ചെറുക്കാൻ കഴിയും. എതിർക്കല്ല വേണ്ടത്. ഒരു ആള് 1 ഇട്ട് കഴിഞ്ഞാൽ
അതിനെ വെട്ടുന്നതിനേക്കാൾ നല്ലത് അപ്രസക്തമാക്കാൻ വലിയൊന്ന് അപ്പുറത്തിട്ടാ പോരെ. അതവിടെ ഇരിക്കട്ടെ, അതവിടെ നടക്കട്ടെ. പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മ എങ്ങനെയാണോ മുൻകാലത്ത് കണ്ണൂരിൽ ദസറ നടന്നിരുന്നത് അതുപോലെ നടത്താൻ തീരുമാനിച്ച് നടത്തിയാൽ എന്താ കുഴപ്പം? അപ്പൊ മറ്റത് അപ്രസക്തമായി തീരും. അപ്പൊ ദുരുദ്ദേശത്തോടു കൂടി ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനുള്ള കൂട്ടായ്മ വളർത്തിയെടുക്കുക, അതിനുള്ള സന്ദേശം പ്രസരിപ്പിക്കുക, അതിന് അടിയന്തര പ്രാധാന്യം കൊടുത്ത് എല്ലാ ക്ഷേത്ര പ്രവർത്തകരും ഭജന മഠങ്ങളും ഒക്കെ ഒന്നൊത്തൊരുമിക്കുക. എന്നിട്ട് അടുത്ത വർഷത്തേക്ക് മഹത്വപൂർണമായ രീതിയിൽ സഹകരിച്ചുകൊണ്ടുള്ള ഒരു കാര്യക്രമം പ്ലാൻ ചെയ്യുക. ഇത് പ്രധാനമാണ്. ഇതുപോലെ പല ചതികളുണ്ട്. പല സ്ഥലങ്ങളിലും ക്ഷേത്രക്കുളങ്ങൾ ഞങ്ങൾ നന്നാക്കി തരാം എന്ന് പറഞ്ഞ് പഞ്ചായത്തുകൾ വരും. അപ്പൊ ക്ഷേത്ര കമ്മിറ്റിക്കാർ വിചാരിക്കും ഒരു ക്ഷേത്രക്കുളം നന്നാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം, അത് പഞ്ചായത്ത് തരുമല്ലേ, നല്ലതല്ലേ, അന്ന് സമ്മതം കൊള്ളും, പലതും ഒപ്പിട്ട് കൊടുക്കും. ഭഗവാന്റെ ആറാട്ടുകുളം, ഭഗവതിയുടെ ആറാട്ടുകുളം പൊതുകുളായി മാറും. നൂറുകണക്കിന് ക്ഷേത്രകുളങ്ങൾ കേരളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് അത്തരം ചതികൾ അതിൽ നമ്മൾ പെടാതിരിക്കണം. നേരത്തെ സൂചിപ്പിച്ച കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ. നമ്മളിവിടെയുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമുള്ള ക്ഷേത്രങ്ങൾ എത്ര ലക്ഷം രൂപയുടെ പോരാ, എത്ര കോടി രൂപയുടെ പൂജാ വസ്തുക്കൾ വാങ്ങുന്നുണ്ടാവും. തുളസി അടക്കം വാങ്ങണവരായിരുന്നു. ആരാ സപ്ലൈ ചെയ്യുന്നത്? ആരാ അതിന് സപ്ലൈ ചെയ്യുന്നത്? നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നവരാത്രിക്ക് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ അഖണ്ഡ ലളിതാ സഹസ്രനാമ അർച്ചന നടന്നു. 1 കോടി ആണ് ഉദ്ദേശിച്ചിരുന്നത്. 2,70,00,000 അർച്ചന നടന്നു. ആ സന്ദർഭത്തിൽ പുഷ്പം ഒരുപാട് ഭക്തജനങ്ങൾ കൊണ്ടുവന്നു, തുളസി ഒരുപാട് ഭക്തജനങ്ങൾ കൊണ്ടുവന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചിരുന്നു. മേടിക്കാതെ പറ്റില്ല, അത്രയ്ക്കധികം കോടിയാവുന്നു. അപ്പൊ ഹോൾസെയിൽ വില കോഴിക്കോട് ഹോൾസെയിൽ വില 100 ചില്ലാൻ രൂപയാണ്. അത് തന്നെ കന്യാകുമാരി ജില്ലയിലും കോയമ്പത്തൂർ പ്രദേശത്ത് മധുരയിലും ഒക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് 80 രൂപയ്ക്ക് അതേ സാധനം കിട്ടും. അതേ സാധനം ഹൊസൂറിൽ അന്വേഷിച്ച സമയത്ത് 60 രൂപയ്ക്ക് കിട്ടും. അതേ സാധനം കൃഷി ചെയ്യുന്നവരുടെ നിന്ന് നേരിട്ട് പോയി മേടിച്ചപ്പോ 15 രൂപയ്ക്കാണ് കിട്ടിയത്. ഇത് വാസ്തവമാ പറയുന്നത്. പുഷ്പത്തിന്റെ വിഷയം പോലും ഇങ്ങനെയാണ്. നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടാ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധിക്കില്ല ഒരു ക്ഷേത്രത്തിന്, കൂട്ടായ്മ ഉണ്ടെങ്കിൽ സാധിക്കും. നമുക്ക് എന്തുകൊണ്ട് നല്ല എസൻഷ്യൽ ഓയിൽ മേടിച്ച് ചന്ദനത്തിരി ഉണ്ടാക്കിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് നല്ല ശുദ്ധമായ ഹൈഡ്രോ കാർബൺ അല്ലാത്ത കർപ്പൂരം തയ്യാറാക്കിക്കൂടാ? എത്ര പേർക്ക് തൊഴിലാവും? ചിന്തിക്കുക. ഇതിനേക്കാളൊക്കെ ഭീകരമായ വസ്തുവുണ്ട്, വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു സാധനമാണ് ഈ വിളക്കെണ്ണ. കാരണം എള്ള ആട്ടിയാൽ എള്ളെണ്ണ കിട്ടും, കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും, സൂര്യകാന്തി ആട്ടിയാൽ സൂര്യകാന്തി എണ്ണ കിട്ടും. ഈ വിളക്കാട്ടിയാൽ എങ്ങനെയാ എണ്ണ കിട്ടുക? ഹോട്ടലുകളിൽ 2 വലിയ പാത്രങ്ങൾ ഉണ്ടാവും. ഒന്ന് ഭക്ഷണ വേസ്റ്റ്, അത് പന്നി ഫാമുകളിലേക്കാ പോവുക. വേറൊരു പാത്രം ഇറച്ചി, മീന്, പപ്പടം, അത് ഇത് ഒക്കെ പൊരിച്ച് 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 കറുത്ത എണ്ണ ഒഴിച്ചു വെക്കാനാണ്. അവനെ കൊണ്ടുപോയി മൾട്ടി ഫിൽറ്റർ ചെയ്ത് നല്ല ഫ്ലേവറും ചേർത്ത് കഴിഞ്ഞാൽ ഇറങ്ങിയായി. ഇത് വാങ്ങി ഒഴിക്കുന്ന വീടുകളിൽ ക്യാൻസർ വരാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണം. അപ്പൊ ഒരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു, സ്വാമി അതിന് വില കുറവാ. ഞാൻ പറഞ്ഞു, കത്തിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ ചിലവ് കുറവാ.
ആലോചിച്ച് നോക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സാമൂഹിക വീക്ഷണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുക. പഠിച്ച് നല്ല ജോലി വാങ്ങണമെന്ന് മക്കളെ പഠിപ്പിക്കാതെ വ്യവസായ സംരംഭകരാവാൻ, ബിസിനസ് ആരംഭിക്കാൻ, അങ്ങനെയുള്ള കൂലി വാങ്ങുന്നവരാവാതെ കൂലി കൊടുക്കുന്നവരാകാനുള്ള പ്രേരണ ചെറുപ്പത്തിലെ നൽകുക.